എല്ലാവർക്കും നമസ്കാരം. ചിലവ് കുറഞ്ഞ രീതിയിൽ തുടങ്ങാൻ പറ്റാവുന്ന സംരംഭങ്ങളുടെ പട്ടികയിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ആശയമാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോകളിൽ പലതരത്തിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങൾ ഞങ്ങളുടെ യൂട്യൂബുമായി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ സോപ്പ് ഉൽപ്പന്നങ്ങൾ, തേയില, ഉണക്കമീൻ, ദോശമാവ്, പുട്ടുപൊടി, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിലായി വാങ്ങിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും നല്ല ഇൻഫർമേഷൻസും അറിവുകളും ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ വളരെ കൃത്യമായി പല യൂട്യൂബുകൾ വഴിയായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു ഉൽപ്പന്നമാണ്. വളരെ സവിശേഷതയുള്ളതും എന്നാൽ എല്ലാവർക്കും ആവശ്യമുള്ളതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് റീപാക്ക് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ഉൽപ്പന്നമാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, വളങ്ങൾ. വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിരവധി വളങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. പലർക്കും അത് ആവശ്യമായി വരുന്നുണ്ട്. എല്ലുപൊടിയായി, ചാണകപ്പൊടിയായി, കോഴിക്കാഷ്ടമായി, അതുപോലെ ചകിരിച്ചോറ്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ എല്ലാം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റീപാക്ക് ചെയ്ത് കഴിഞ്ഞ നല്ല ഒരു വിപണി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ഉൽപ്പന്നമാണ്. അതിന് കാരണം എന്താണെന്നാൽ, സാധാരണ ഇന്ന് കർഷകർക്ക് വളം വിൽക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഇവിടെ പറയുന്നത്. കർഷകർ സ്വാഭാവികമായും വളം വാങ്ങുമ്പോൾ അത് വലിയ കമ്പനികളിൽ നിന്ന് മൊത്തമായി വാങ്ങും. കാരണം അത് കർഷകർ വില നോക്കിയേ വാങ്ങുകയുള്ളൂ. പക്ഷെ കർഷകരെ അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ മറ്റു വീട്ടുകാർ, അവർ ഇന്ന് മിക്ക വീടുകളിലും പച്ചക്കറിയായും പഴവർഗ്ഗങ്ങളായും ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളങ്ങൾ ആവശ്യമായി വരാറുണ്ട്. ഈ വളങ്ങൾ ഇന്ന് വളങ്ങൾ വിൽക്കുന്ന മൊത്തമായ കേന്ദ്രങ്ങളിൽ നിന്നല്ല അധികം ആളുകളും വാങ്ങുന്നത്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ചെറിയ ഷോപ്പുകളിൽ നിന്നും ഇതുപോലെയുള്ള കവറുകളിലാണ് ഇന്ന് വളങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയെ കുറിച്ച് വളരെയധികം അവർ ബോധവാന്മാരാവാറില്ല. കാരണം അവർക്കുള്ളത് കുറച്ച് ചെടികളാണ്. ആ കുറച്ച് ചെടികളും കുറച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് മാത്രം തന്നെ കൃഷിക്കാർ വാങ്ങുന്നത് പോലെ വിലയെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം വാങ്ങുന്ന ഒരു പതിവല്ല ഇന്നുള്ളത്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലെല്ലാം കാണുമ്പോൾ ഇതുപോലെ കാണുന്ന വളങ്ങൾ ഇന്ന് അവർ 1 കിലോന്റെയും 2 കിലോന്റെയും 3 കിലോയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു രീതി ആണ് ഇന്ന് നമ്മുടെ നിലവിലുള്ളത്. ഇതിനെയാണ് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വളങ്ങൾ മൊത്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾ വളങ്ങൾ മൊത്തമായി വാങ്ങിച്ചിട്ട് ഇതുപോലെയുള്ള കവറുകളിൽ, ഇത് 2 ലെയർ മെറ്റീരിയൽ കവർ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗന്ധമൊന്നും പുറത്തു വരില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഇത് സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലെല്ലാം വിൽക്കുന്നത്. പണ്ട് ഈ വളങ്ങൾ പാക്ക് ചെയ്തിരുന്നത് മോണോ ലെയർ ആയിട്ടുള്ള LD, PP, HM തുടങ്ങിയ കവറുകളിലാണ്. അതിൽ പാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗന്ധം പുറത്തു വരും. അതുകൊണ്ട് തന്നെ അതിന് വിപണന മൂല്യം വളരെ കുറവായിരുന്നു, വാങ്ങാൻ ആളുകൾ കുറവായിരുന്നു. വീട്ടിൽ വെച്ചാൽ പോലും അതിന് ദുർഗന്ധം വരുന്നത്. പക്ഷെ ഇന്ന് പാക്കിംഗ് രംഗം ആകെ മാറിയിരിക്കുകയാണ്. ഇന്ന് ഇത് 2 ലെയർ മെറ്റീരിയൽ ആണ്. അതായത് ഒരു മെറ്റീരിയൽ വീണ്ടും വേറൊരു മെറ്റീരിയൽ വെച്ച് ലാമിനേറ്റ് ചെയ്യുന്ന പൗച്ചിലായതുകൊണ്ട് ഇതുപോലെയുള്ള വളങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ ഇങ്ങനെ മണത്തി നോക്കിയാൽ പോലും അതിന്റെ ഗന്ധം പുറത്തു വരില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാധ്യത, നിങ്ങൾ വളങ്ങൾ റീപാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത ഷോപ്പുകളിലോ അടുത്ത വീട്ടുകാർക്കോ അല്ലെങ്കിൽ എവിടെയാണോ അതിന് സാധ്യതയുള്ളത് അവിടെയെല്ലാം നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ വളങ്ങളിലൂടെ നിങ്ങൾക്കുള്ളത്. കാരണം ഇത് പെട്ടെന്ന് കേടുവരുന്നതോ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നതും ആയ ഒരു ഉൽപ്പന്നമല്ല. വളങ്ങൾക്ക് വളരെ വലിയ ഒരു ഭാവി തന്നെയാണ് ആ ഒരു സെക്ടറിൽ ഉള്ളത്. എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന്
ഉപയോഗിച്ച് നോക്കാൻ പറ്റാവുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഈ വളങ്ങൾ എന്ന് പറയുന്നത്. കാരണം വളങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഫാക്ടറിയോ അല്ലെങ്കിൽ അതിന്റെ മെഷീനറിയോ അതിന് മറ്റ് സാമഗ്രികളോ ഒന്നും ആവശ്യമില്ല. മൊത്തമായി വളങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അത് മൊത്തമായി വിതരണം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഹോൾസെയിലായി നിങ്ങൾ വാങ്ങുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ അത് പാക്ക് ചെയ്ത് ഇതുപോലെയുള്ള റെഡി പ്രിന്റ് ചെയ്ത് വെച്ച കുറെ കവറുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് 1/2 കിലോ ആയിട്ടോ 1 കിലോ ആയിട്ടോ 2 കിലോ ആയിട്ടെല്ലാം നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ ഒരു കമ്പനിയുടെയും പേരോ ഒരു ഉൽപ്പന്നത്തിന്റെ പേരോ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഐറ്റം നിറച്ചുകൊണ്ട് സീൽ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ എന്താണ് പ്രൊഡക്റ്റ് എന്നും നിങ്ങളുടെ കമ്പനി അഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതുപോലെ സ്റ്റിക്കറിലോ അല്ലെങ്കിൽ മറ്റ് ലേബലിലോ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരാശയം രൂപപ്പെട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഇതുപോലെയുള്ള ഇവിടെ ഒട്ടിക്കുന്നതിനുള്ള ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും ഞങ്ങളിൽ വളരെ നാമമാത്രമായ ഒരു ഫീസിന് ഏകദേശം 500 രൂപക്ക് ഞങ്ങൾ അതിന്റെ ഡിസൈൻ വരെ ചെയ്തു തരുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് അതിന്റെ സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സ് പ്രിന്റ് ചെയ്ത് പ്രീ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ഓരോന്ന് അടർത്തിയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് ഒട്ടിച്ചാൽ അത് ഏറ്റവും ഉടനെ തന്നെ വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് വളങ്ങൾ പോലെയുള്ള ഈ ഒരു ബിസിനസ് ചെയ്യാൻ വളരെയധികം സൗകര്യപ്രദമായ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വീഡിയോകൾ കണ്ടാൽ മാത്രമേ ബിസിനസ് ആശയവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല വിവരങ്ങളും അതിന് മെഷീനറിയെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇനി വരുന്ന ഞങ്ങളുടെ വീഡിയോകളിൽ പാക്കിംഗ് രംഗത്തെ നൂതനമായ പ്രവണതയെക്കുറിച്ചും മറ്റു വിവരങ്ങളെക്കുറിച്ചെല്ലാമുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒരു ബിസിനസ്സുകാർ എന്ന നിലക്ക് നിങ്ങൾ എപ്പോഴും ഈ യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ രംഗത്ത് വരുന്ന പുതിയ പുതിയ സ്പന്ദനങ്ങളെ നിങ്ങൾക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാനും ബിസിനസ്സിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉപയോഗപ്രദം എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതുപോലെയുള്ള വീഡിയോകളും ഇതിന്റെ ലിങ്കുകളും അയച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.